10 കോടിയിലേറെ രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി ഒളിവിൽ പോയ അറക്കൽ പൊടിയാട്ടുവിള സ്വദേശിനി ജലജകുമാരിയുടെ മകളെയും മകനെയും നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. അഞ്ചൽ അറക്കൽ പ്രദേശങ്ങളിൽ നിന്നായി ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് 10 കോടിയിലേറെ രൂപ തട്ടി ജലജകുമാരി കടന്നുകളയുകയായിരുന്നു. ജലജകുമാരിക്കൊപ്പം മകൾ ഗീതവും മകൻ ജിഷ്ണുവും ഒളിവിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജലജകുമാരിയുടെ മകനും മകളും പെരുമണ്ണൂരിലെ വീട്ടിൽ വന്നു പോകുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇവർ ഇക്കാര്യം അഞ്ചൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവത്രേ. ഇതേ തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ഇവരെ തടഞ്ഞുവെച്ചതെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. പിന്നെ ജലജയുടെ മകളോ മകനോ അവിടെ വരുവാണെങ്കിൽ നമ്മളെ തടഞ്ഞു നിർത്താൻ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരവിടെ വന്നപ്പം വീട്ടിനുള്ളിലെല്ലാം പുറത്ത് കിടക്കാതെ നമ്മൾ അവരെ തടഞ്ഞു നിർത്തുകയും. ഗീതുവിനെയും സഹോദരനെയും അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പെൺകുട്ടി ബോധരഹിതയായി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വീഴുകയും ഇതേ തുടർന്ന് ഇരുവരെയും ആശുപത്രിയിൽ പോകാൻ എന്ന പേരിൽ പോലീസ് വിട്ടയക്കുകയും ചെയ്തു. പെൺകുട്ടിക്ക് നാട്ടുകാരിൽ നിന്ന് മർദ്ദനമേറ്റതായി പോലീസ് പറയുന്നു. മർദ്ദനത്തിൽ അവശയായ പെൺകുട്ടിയെ ആശുപത്രിയിൽ പോകാൻ അനുവദിക്കുകയാണ് ഉണ്ടായതെന്നും പണം തട്ടിപ്പിൽ ജലജകുമാരിയുടെ മകനോ മകൾക്കോ പങ്കുള്ളതായി പരാതിയിൽ പറയുന്നില്ല എന്നുമാണ് പോലീസ് പറയുന്നത്. എന്നാൽ തട്ടിപ്പിനിരയായവർ കൊട്ടാരക്കര റൂറൽ എസ്.പിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ ജലജകുമാരിയും മകളും മകനും സഹോദരനും ചേർന്ന് പണം തട്ടിയെടുത്തതായി പരാമർശമുണ്ടെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. രൂപ കൊണ്ടുപോയെന്നുള്ള രീതിക്ക് പരാതി കൊടുത്തിരുന്നു. അത് ജലജയുടെ മോളും സഹോദരനും കൂടി മേടിച്ചെന്നായിരുന്നു നമ്മൾ പരാതി കൊടുത്തത്. പെൺകുട്ടിയെ മർദ്ദിച്ചതായി പറയുന്നത് കള്ളമാണെന്നും ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇവരെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറിയതെന്നും നാട്ടുകാർ പറഞ്ഞു. അവിടെ തടഞ്ഞു നിർത്തി പഞ്ചായത്ത് മെമ്പേഴ്സ് ആയതുകൊണ്ടാണ് ആരും അവിടെ വീട്ടിനകത്ത് കയറി ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും റോഡിന് ഗേറ്റിന് വിളിക്ക് നിന്നുകൊണ്ട് മാത്രമാണ് ചെയ്തത്. ഇത് പഞ്ചായത്ത് മെമ്പേഴ്സ് ആയത് അവിടെ നിന്ന് ഇവിടുന്ന് പോലീസ് ഉൾപ്പെടെ അവിടെ വരുമ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴേ അവിടെ ചുരിദാർ വലിച്ചു കയറിയിട്ട് അങ്ങനെ ചെയ്തു. അവിടെ വീടിനകത്ത് ഒരു മനുഷ്യരും ഞങ്ങളുടെ നാട്ടിൽ ഒരൊറ്റ ജനം അതിനകത്ത് കയറിയിട്ട്. ഇവരെ വിട്ടയച്ചതിൽ നാട്ടുകാർ രോഷം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ജിഷ്ണുവിനെയും ഗീതുവിനെയും കുറിച്ച് പിന്നീട് അഞ്ചലിലെ ആശുപത്രികളിൽ അന്വേഷിച്ചെങ്കിലും വിവരം ലഭിച്ചിട്ടില്ല. പോലീസിന്റെ സഹായത്തോടെ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച് ജലജകുമാരിയുടെ മക്കളും ബന്ധുക്കളും ഒപ്പം ജലജകുമാരിയും രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.